ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് ഇന്നോട്ടിട്ടേ ഇരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും സ്ഥലമില്ലാത്തത് കൊണ്ട് രണ്ടുപേരും കൂടെ എന്റെ മടിയിലാണ് കയറിയിരുന്നത്. പിന്നെ എന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കിയിട്ട് പാപ്പുവിനെ മുത്താത്ത ഏറ്റെടുത്തു. ജനുവിനെ പിന്നെ ആരേറ്റെടുത്തിട്ടും കാര്യമല്ലോ പോയില്ല. ടെക്നോളജിയാ. ഇവിടെ ഒരാൾ പിന്നെ ആടി തൂങ്ങി ഏകദേശം ഉറങ്ങിപ്പോയി. അടുത്ത ആള് പിന്നെ ഉറങ്ങണോ വേണ്ടെന്ന് ആലോചിച്ചു. അങ്ങനെ ഉമ്മ വീട്ടിൽ നിന്ന് സ്പെഷ്യലായിട്ട് പാക്ക് ചെയ്ത് മാങ്ങയൊക്കെ കഴിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ പുറത്തിലാണെങ്കിൽ എല്ലാ കിലോ ബ്ലോക്ക്. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട് നമ്മൾ ഓരോരോ കരുക്ക് ജ്യൂസ് കുടിച്ചു. എന്ന് മുതലാണോ പോയി ബത്തേരിന്ന് കോഴിക്കോടൊക്കെ ഇത്രയും ദൂരമായതെന്ന് ഞങ്ങൾ ആലോചിക്കും. വണ്ടിയിൽ ഇരുന്നിരുന്ന് ഞങ്ങൾക്കും കുട്ടിയൊക്കെ പ്രാന്തായി പോയി. അങ്ങനെ ഫൈനലി നമ്മൾ ഭൂമിയിലേക്ക് കാല് വെച്ചിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായില്ല നേരത്തെ പാപ്പുവിന്റെ ജനുവിന്റെ മുഖത്ത് എന്താ ഇത്രയും സന്തോഷം കണ്ടിരുന്നെന്ന്. മഴ ആയതുകൊണ്ടാണോ എന്നറിയില്ല. നല്ല ഹെവി ആയിട്ടുള്ള തിരമാലകളായിരുന്നു വന്നോണ്ടിരുന്നത്. ഇവർക്ക് എന്തായാലും തിരിച്ചുള്ള വലിയ പ്ലാനിങ് ഒന്നും ഞാൻ കാണില്ല. ഞങ്ങളൊന്നും നോക്കില്ല, തൂക്കിയെടുത്ത് ഒറ്റ ഓട്ടോ. ഇൻസ്റ്റഗ്രാമിലൊക്കെ തെളിച്ച് മറിഞ്ഞോണ്ടിരുന്നിരുന്ന കൂന്തൽ ഫ്രൈ ഞങ്ങളൊന്ന് ട്രൈ ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ നോക്കിയപ്പം ഓൾമോസ്റ്റ് എല്ലായിടത്തും അടച്ചു. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ഇവിടെ അടച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ 24 hours സർവീസ് ഉണ്ട്. ജെന്നൊക്കെ ഉറക്കം തൂങ്ങി ആകെ കിളി പോയിരിക്കും. അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഹായ് ഒക്കെ തരാൻ പറഞ്ഞാൽ നടക്കണ വല്ല കാര്യമാണ്. ഉറക്കൊക്കെ കളയാൻ വേണ്ടി ഒരു ചായ കുടിച്ചപ്പോ തന്നെ നമ്മൾ ഫുഡ് വന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഇനി പറഞ്ഞു നേരമല്ല, മഴയൊക്കെ പെയ്യുന്നുണ്ട്. ബാക്കി നാളെ കാണാട്ടോ.